നമുക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ ഉണ്ടാക്കിയല്ലോ. ദുബായിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്, നമ്മളുടെ നാട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്നേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു മയോണൈസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് 2 കോഴിമുട്ടയാണ് ഞാൻ ഇടുന്നത്. 2 കോഴിമുട്ട നമുക്ക് അധികം വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയ്ക്ക് ഞാനൊരു പീസ് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 കോഴിമുട്ട തൊലി കളഞ്ഞ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വൈറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. യെല്ലോ പോർഷൻസ് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ആവശ്യമുള്ളൂ. ഒരു നുള്ളു ഉപ്പും. അതിനുശേഷം നമ്മളതിലേക്ക് പാലും ഫ്രഷ് ക്രീമും ഒഴിക്കണം. അതിനുശേഷം നമ്മളതിലേക്ക് ചീസാണ് ചേർക്കുന്നത്. ചീസിൻ്റെ സ്ലൈസുകൾ ചേർത്താൽ മതി. എൻ്റെ സ്ലൈസ് തീർന്നിരിക്കണം, ഞാനതിന് മൊസറല്ല ചീസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ട് നമുക്ക് ഇത്തിരി കട്ടി കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അത് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ്, 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 2 കയ്യിൽ നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടത് എല്ലാം യോജിപ്പിക്കുക. അതിലേക്ക് ഒരു കുറച്ച് സുർക്ക കൂടെ, വിനാഗിരി കൂടി നമ്മൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുകയാണ്. നന്നായി എല്ലാം യോജിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി കൺസിസ്റ്റൻസി ലൂസാണെന്ന് തോന്നിയാൽ ഞാൻ ഇത്തിരി കൂടി തൈര് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ടുള്ള ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ടിരിക്കുന്നത് ഇത്തിരി ഇറച്ചി ഉള്ള കൂടുതലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗം മാത്രം എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി നന്നായിട്ടത് നന്നായിട്ട് ഇടിച്ചത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി മറിച്ച് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്കതിലേക്ക് നന്നായി പരട്ടി കൊടുക്കാം. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ പരട്ടി കൊടുക്കണം. നമ്മളത് ജസ്റ്റ് പാനിൽ ചുട്ടെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, പൊരിച്ചെടുക്കുകയല്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 20 മിനിറ്റ് ഇത് മസാല പറ്റിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനതിന് വേണ്ടി ഒന്നും കൂടി കത്തി കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി വയ്ക്കുകയാണ്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് അത് ചൂടാവാൻ വെച്ചതിന് ശേഷം ഞാൻ ഈ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ സ്ലോ കുക്കാണ്, അപ്പോൾ തീ നല്ലോണം കുറച്ച് വേണം ചെയ്യാനായിട്ട്. നല്ലോണം സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഒരു ഭാഗം വെന്തിട്ട് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ഒരു ചട്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കുത്തി ഈ കാണുന്ന പോലെ തന്നെ നന്നായി കൊടുക്കണം. അങ്ങനെ പിന്നീട് മറ്റേ ഭാഗം ഇതുപോലെ തന്നെ നന്നായി ചട്ടം കൊണ്ട് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും മറിച്ചും തിരിച്ചും ഇട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോ കുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഭാഗം തന്നെ വെച്ച് ഓയിലില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ. അതിനുശേഷം നമ്മൾ മുൻപുണ്ടാക്കി വെച്ച മയോണൈസാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. മയോണൈസ് ഇതിലേക്ക് ചേർത്തിട്ട് മൊത്തം ഒന്ന് എല്ലാത്തിലെത്തുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുക്കാം. കൈകൊണ്ട് ചെയ്യാം, നല്ല ചൂട് കാരണം ഞാൻ കൈകൊണ്ട് ചെയ്യാതെ ഞാൻ ആ ചട്ടകം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് നേരം ഇട്ട് തിരിച്ചും മറിച്ചിടണ്ട, ഒന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ 1-2 മിനിറ്റൊക്കെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മളെ കയ്യിൽ ബാക്കിയുള്ള മയോണൈസും കൂടി അതിലേക്ക് പറ്റി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇഫ ചിക്കൻ റെഡിയാണ്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം സ്ലോ കുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറേ നേരം നമ്മൾ മുരിക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ആ മയോണൈസ് ആ മസാലയും കൂടി തിന്നിട്ട് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.